ഹലോ ഗായ്സ്, ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ചെടീനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ചെടി ഒട്ടുമിക്ക വീടുകളിലും കാണുമായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന് തുമ്പത്ത് കാണുന്ന ആ ഒരു മുള്ള് കണ്ടോ, അത് നമ്മുടെ ദേഹത്തേക്ക് ഭയങ്കരമായിട്ട് കുത്തിക്കയറും, നല്ല വേദന എടുക്കും, ഭയങ്കര നീറ്റാണ്. ഒരു ദിവസം ഞാനിവിടെ പുല്ല് പറിക്കുന്ന സമയത്താണ് എനിക്കിത് അറിയാണ്ട് എൻ്റെ കൈൻ്റെ മീത്ത് കൊണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെടി നശിപ്പിക്കാനും പാടില്ല, എന്നാൽ ഇത് അവിടെ തന്നെ നിൽക്കുകയും വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെടി നശിപ്പിക്കാതെ തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി നിൽക്കാൻ ഏറ്റവും നല്ലത് മുട്ടയാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും വെറുതെ പൊട്ടിച്ച് കളയണ മുട്ട നമുക്ക് ഡെക്കറേറ്റ് ചെയ്താലോ എന്ന് ഞാനും വിചാരിച്ചു. ഇതിനധികം പണിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ബുൾസൈ ഉണ്ടാക്കാനും ഓംപ്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുട്ട എടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് എടുക്കുക. ഭയങ്കരമായിട്ട് നടു പൊട്ടിക്കാണ്ട് തുമ്പ് ഭാഗം പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. അങ്ങനെ അതെടുത്ത് കളക്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ആ ചെടിയിൽ എത്രത്തോളം ഇലകളുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ മുട്ടകൾ നമ്മൾ കളക്ട് ചെയ്തേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ മുട്ടകൾ പെയിൻറ്റ് ചെയ്യണം. നമ്മൾ മഴ പെയ്യുമ്പോൾ പെയിൻറ്റ് പോവാത്ത തരത്തിലുള്ള പെയിൻറ്റ് വേണം നോക്കാൻ. എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ മിന്നുവിൻ്റെ കളക്ഷനാണ്. മിന്നുവിന് ഗിഫ്റ്റ് കിട്ടിയതും മിന്നുവിന് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതുമായിട്ടുള്ള എല്ലാ സ്കെച്ച് പെന്നുകളും കളർ പെന്നുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് ഏതൊക്കെയാണ്. ഒരു 5ഓളം കളർ പെൻസിലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാതും അങ്ങനെ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഈ വാട്ടർ കളർ അവളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാനും പറ്റില്ല. മെയിൻ കാരണം അതല്ല, വാട്ടർ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആ കളർ മുഴുവനും പോകും. അപ്പോഴാണ് നമ്മുടെ ക്രയോൺസ് അവിടെ ഇരിക്കണം കണ്ടത്. ആ മെഴുക് രൂപത്തിലുള്ള ക്രയോൺസില്ലേ, അതാണ് ഏറ്റവും ബെറ്റർ. ഇത് പറ്റില്ല കേട്ടോ, ഇത് പെൻസിൽ പോലെ ആയതുകൊണ്ട് നമുക്ക് ഈ മുട്ടയിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കേണ്ട വരും. പിന്നെ എന്തോ എനിക്കത് ഈസിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രയോൺസ് ആയിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ക്രയോൺസ് സെലക്ട് ചെയ്തു. ബാക്കിയുള്ള എല്ലാതും കവറിൽ തന്നെ തിരിച്ചു വെച്ചു. മിന്നു വരുമ്പോൾ അലമ്പുണ്ടാക്കുമെന്ന് എനിക്കറിയണത് കാരണം സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ നമ്മുടെ ക്രയോൺസ് തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാനിത് ആ ക്രയോൺസ് ഓപ്പൺ ചെയ്തു. അതിൽ ഏകദേശം ഒരുപാട് കളറുകളുണ്ട്. ഒരു കളർ അതിൽ മിസ്സായിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കളർ. അതൊരു ദിവസം മിന്നെടുത്ത് കളിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ഞാനത് അന്വേഷിക്കാനൊന്നും നടന്നില്ല, കാരണം എവിടെയാണ് കൊണ്ടുപോയി കളഞ്ഞതെന്ന് അവൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ പിന്നെ ഞാനത് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോ കളറുകളായിട്ട് നമ്മുടെ മുട്ടയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഗ്രീനിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ലൈറ്റ് ഗ്രീൻ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു മുട്ട എടുത്തു. ഈ മുട്ട ഞാൻ കഴുകാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ശരിയാവണില്ല, പൊട്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പോട്ടെ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ഒരു മുട്ട ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിലും നമുക്കത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മുട്ടകൾ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗ്രീൻ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. അടിപൊളി കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് വരയ്ക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. നമ്മുടെ ബലം മുഴുവൻ ഈ മുട്ടയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോവും. പിന്നെയല്ല, നമുക്ക് ചെറുതായിട്ടൊരു ഷെയ്ഡ് എടുക്കണം. അതായത് ഒരു വൈറ്റ് ഷെയ്ഡ് അതിൽ വരണം. ഫുൾ ഗ്രീൻ ആക്കരുത്. വൈറ്റ് ഷെയ്ഡ് അതിൽ വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത മുട്ട എടുത്തു, നെക്സ്റ്റ് മുട്ട എടുത്തു. അങ്ങനെ ഞാൻ ഫുൾ മുട്ടകളും എടുത്ത് ഞാൻ വര തുടങ്ങി. കറക്റ്റ് ഓർഡർ വൈസിലാണ് കേട്ടോ ഞാൻ വരയ്ക്കണത്, നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മുട്ടകൾ മുഴുവൻ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മുട്ടയിലും കണ്ടോ ലൈനിങ് ഇങ്ങനെ കറക്റ്റായിട്ട് വരണത്, അങ്ങനെ വരണം. അപ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്തോരം കളർ മുട്ടയല്ലേ. എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. സംഭവം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ സമയം എടുത്തു. അങ്ങനെ ഞാൻ നമ്മുടെ മുട്ടകളൊക്കെ ആയിട്ട് നമ്മുടെ ചെടിയുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും ഞാൻ ഈ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കിട്ടിയപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 4 ചെടിച്ചട്ടിയിലായിട്ട് വേറൊരു ചെടി കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചെടിയിലെ ഓരോ മുള്ളുകളിലും ഈ മുട്ട വെച്ച് നോക്കിയാലോ, റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ശരിക്കും ഈ മുട്ട വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അറിയാതെ എങ്ങാനും അടിയിലത്തെ ഇതളുകളിലെ മുള്ള് നമ്മുടെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദന എടുക്കും കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ മുട്ടകളും ഞാൻ അതിൻ്റെ ആ ചെടിയുടെ ഇതളുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കളറ് നമ്മുടെ ആ വഴുതനങ്ങ കളറാണ് കേട്ടോ. എന്ത് രസമാണ് അത് കാണാൻ, എന്തോ ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് ആ കളറിനോട് തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടി ഡെക്കറേറ്റ് ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.